ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ കൺവെൻഷൻ്റെ ഈ ദിവസത്തെ കർത്താവിന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് നമുക്ക് ഇപ്രകാരം വചനം സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ അവസരം തരുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് ഈ സമയത്ത് ഓർക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കർത്താവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും ഈശോയുടെ തിരുച്ചോരയാലും കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെയും കാതുകളെയും ഹൃദയങ്ങളെയും അങ്ങ് കഴുകണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ആന്തരികാർത്ഥങ്ങൾ സൂക്ഷ്മമായി ഗ്രഹിക്കാൻ ഈശോ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ മഹാരഹസ്യങ്ങളെ ആഴമായി മനസ്സിലാക്കാൻ, കർത്താവെ, സ്വർഗീയമായ പ്രത്യാശയോടെ ജീവിക്കാൻ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലല്ല മറിച്ച് ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യം വെക്കാൻ കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ വിദൂരങ്ങളിലിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും അങ്ങ് ആശീർവദിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി, അഭിഷേകമായി, ശക്തിയായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വമാരാധന, മഹത്വമാരാധന, യേശുവേ സ്തുതി, ആരാധന, ആരാധന, ആരാധന. ആബാപിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. കർത്താവിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലും അങ്ങ് വന്ന് നിറയണമേ. എല്ലാ സാഹചര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ബലഹീനമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മുൾപടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ.
ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. കരങ്ങളടിച്ച് പാടിക്കേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിന് ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ അധരങ്ങളെയും നാവിനെയും ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയത്തെയും പൂർണ്ണമായി ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഭൂതലത്തെ മുഴുവൻ നവീകരിക്കാൻ എഴുന്നള്ളി വരണമേ എന്ന് സഖിവൻ മാളികയിൽ അവിടുത്തെ സാന്നിധ്യം അപ്പസ്തോലന്മാരെ രൂപാന്തരപ്പെടുത്തിയതുപോലെ പരിശുദ്ധ റൂഹായെ ഞങ്ങളെ അവിടുത്തെ വചനത്താൽ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വലിയ മാധ്യസ്ഥം ഈ സമയത്ത് ഞങ്ങൾക്കുണ്ടാകണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ എളിമയോടുകൂടി സമർപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ജഡിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവ ഗ്രഹിക്കാൻ
അവന് സാധിക്കുകയില്ല. ജഡിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അത് ഗ്രഹിക്കാൻ അവന് സാധിക്കുകയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമായതുകൊണ്ട് അവനത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ജഡിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ലൗകിക മനുഷ്യന്, ജഡിക മനുഷ്യന് ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ആത്മാവിലാണിത് മനസ്സിലാവുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ദൈവത്തിൻ്റെ വചനം മനസ്സിലാവുന്നത് എവിടെയാണ്? നമ്മുടെ ആത്മാവിലാണ്, അത് ബുദ്ധിയിലല്ല. അത് നമുക്ക് അനേക അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. വലിയ ബുദ്ധി ഉള്ളവർക്ക് അല്ലെ ഗ്രഹണശേഷി ഉള്ളവർക്ക് മനസ്സിലാകുന്നതിനേക്കാൾ സാധാരണ മനുഷ്യന്, നിർമ്മലമായ വിശ്വാസമുള്ള മനുഷ്യന് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ അത് ആത്മാവിലാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മാവ് തുറക്കപ്പെടണം. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വചനഭാഗം കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിലാണ്, 14-ാമത്തെ വാക്യമാണ്. 1 കൊരിന്തോസ് 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഇനി അതിൻ്റെ തുടർച്ചയാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുന്നത്. നമുക്കത് വായിക്കാം. 3-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കാം. നമ്മൾ ജഡിക മനുഷ്യരാണോ അല്ലയോ? നമുക്ക് ജഡിക മനുഷ്യർക്ക് നിങ്ങൾ ഈ പശ്ചാത്തലം വ്യക്തതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വിചാരിക്കുന്നു. അതായത് ജഡിക മനുഷ്യന് ഈ രക്ഷയുടെ രഹസ്യങ്ങൾ മനസ്സിലാവില്ല. മറിച്ച് ആർക്കാണിത് മനസ്സിലാവുന്നത്? ആത്മീയ മനുഷ്യന് മാത്രമേ ദൈവാത്മാവിൻ്റെ ഈ രഹസ്യങ്ങൾ മനസ്സിലാവൂ, വചനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവൂ, സുവിശേഷത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം നമ്മൾ ജഡിക മനുഷ്യരാണോ ആത്മീയ മനുഷ്യരാണോ എന്ന്? അതാണ് ഇവിടെ 3-ാം അധ്യായത്തിൽ പറയുന്നത്. 1 മുതൽ നമുക്ക് ഉറക്കം വായിക്കാം. വായിച്ചേ. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. കൊരിന്തോസുകാരോട് പറയുകയാണ്, ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ജഡിക മനുഷ്യരോടെന്നതുപോലെയും, വായിച്ചോ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നു. അപ്പോൾ ഈ ജഡികരും സാധാരണക്കാരുമാണ് എന്നതിന് പൗലോസ് നൽകുന്ന ഉദാഹരണം എന്താണ്? അതായത് നിങ്ങൾ ജഡികരും ലൗകികരും ആണ് എന്നതിൻ്റെ തെളിവ് എന്താണ്? പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ അസൂയ, തർക്കം, ഭിന്നത ഇവ നിലനിൽക്കുമ്പോൾ നിങ്ങളാരാണ്? ജഡികരും സാധാരണക്കാരുമാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ് നിങ്ങൾ പൗലോസിൻ്റെ ആളാണ്, അപ്പോളോസിൻ്റെ ആളാണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ മലങ്കരക്കാരാണ്, ഞങ്ങൾ സീറോ മലബാറുകാരാണ്, ഞങ്ങൾ ലത്തീൻകാരാണ്, ഞങ്ങൾ ക്നാനായക്കാരാണ്. അപ്പോൾ ഇത്തരം വിഭജനങ്ങൾ നമ്മുടെ അകത്ത് കൊണ്ടു നടക്കുമ്പോൾ, അതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അതാരായതുകൊണ്ടാണ്? ജഡികരും സാധാരണക്കാരും ആയതുകൊണ്ടാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു മഹത്വപ്പെടുന്ന എന്തിലും സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ ആ വ്യക്തി അത് ഏത് റീത്താണ്, ഏത് സഭയാണ്, ഏത് സമുദായമാണ് എന്നൊന്നും നോക്കാതെ ദൈവം മഹത്വപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മീയ മനുഷ്യന് സന്തോഷിക്കാൻ പറ്റും. പൗലോസേ പറയാണ്, നിങ്ങൾ ജഡികരായതുകൊണ്ടാണ് നിങ്ങൾ പൗലോസിൻ്റെ ആളാണ്, ഞങ്ങൾ ഇന്ന മിനിസ്ട്രിയുടെ ആളാണ്, ഞങ്ങൾ ഇന്ന ഗ്രൂപ്പിൻ്റെ ആളാണ്, ഞങ്ങൾ ഇന്ന കൂട്ടായ്മയുടെ ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഭജനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? ജഡികരും സാധാരണക്കാരുമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സുവിശേഷത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാവില്ല. മനസ്സിലായതായിട്ട് തോന്നും, പക്ഷെ മനസ്സിലാവില്ല.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഭിന്നത, കലഹം എന്നൊക്കെ പൗലോസ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഈ വീടുകളിലൊക്കെ നടക്കുന്ന വഴക്കല്ല ഇത്. അതായത് വീടുകളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് ഇത് ആര് തമ്മിലുള്ളതാണ്? ഇത് വിശ്വാസികളുടെ സഭയ്ക്കകത്ത് നടക്കുന്ന കലഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് എവിടെയെങ്കിലും ഇപ്പം തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ കാസർഗോഡുള്ളൊരു വിശ്വാസി വിചാരിക്കുകയാണ് അത് തിരുവനന്തപുരത്തല്ലേ, അത് തിരുവനന്തപുരത്തുള്ളവരുടെ പ്രശ്നമല്ലേ എന്ന ഒരു 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 വേർതിരിവ്, ഒരു വിഭാഗീയത വരുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ആരാണ്? ജഡികരും സാധാരണക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജഡിക മനുഷ്യന് ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. ലൗകിക മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റില്ല. ആരാണ് ലൗകിക മനുഷ്യൻ? ലൗകിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആത്മീയ കാര്യങ്ങളെയും ലൗകിക മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ പള്ളിയിൽ പോയാൽ അനുഗ്രഹം കിട്ടും, ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും, നൊവേനയ്ക്ക് പോയാൽ അനുഗ്രഹം കിട്ടും, ജപമാല ചൊല്ലിയാൽ അനുഗ്രഹം കിട്ടും, കരുണക്കൊന്ത് ചൊല്ലിയാൽ അനുഗ്രഹം കിട്ടും. ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. 1 കൊരിന്തോസ് 15:19 പൗലോസ്ലീഹ പറയാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം എന്താണ്? 1 കൊരിന്തോസ് 15:19 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. എല്ലാ മനുഷ്യരെക്കാളും എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരങ്ങളെക്കാളും നിർഭാഗ്യരാണ്, ഇസ്ലാം സഹോദരങ്ങളെക്കാളും നിർഭാഗ്യരാണ്. നമ്മൾ ക്രിസ്തുവിനെ തേടിയത് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. അതുകൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവണം. എനിക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കാൾ വലുതാണ് എൻ്റെ രക്ഷയുടെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു അച്ഛൻ്റെ മനസ്സിൽ, ഒരു സിസ്റ്ററിൻ്റെ മനസ്സിൽ, ഒരു പിതാവിൻ്റെ മനസ്സിൽ, ഒരു കുടുംബനാഥൻ്റെ മനസ്സിൽ, ഒരു യൂത്തിൻ്റെ മനസ്സിൽ എല്ലാം എന്താ ഉണ്ടാവേണ്ടത്? നീ ഒരു മാമോദീസ മുങ്ങിയ ക്രിസ്ത്യാനിയാണോ? നിന്നെ അലട്ടേണ്ടത്, നിൻ്റെ ഹൃദയത്തിൽ നിറയേണ്ടത്, നിൻ്റെ ചിന്തയിൽ നിറയേണ്ടത് ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷയുടെ നിഗൂഢ രഹസ്യങ്ങളാണ്. ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തത വരണം. അല്ലാതെ ഇത് പറയുമ്പോൾ ഉടനെ ഉറക്കം തൂങ്ങരുത്. ഇത് കൂടുതൽ കൂടുതൽ അറിയാൻ ദാഹമുള്ളൊരു ജനത ഉയർത്തെഴുന്നേൽക്കണം. നമ്മൾ ഓർക്കേണ്ടതേ, ഈ പണ്ട് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം പറയാം. ഞാൻ ഒരു വീട്ടിൽ എൻ്റെ ഒരു ഇടവകയിൽ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ ഒരു കുടുംബനാഥൻ എനിക്കൊരു ചിതലരിച്ച് കീറാറായ ഒരു പുസ്തകം, ഒരു 100 പേജിൽ താഴെയുള്ളൊരു പുസ്തകം തന്നു. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പരിശുദ്ധ മറിയം നിത്യകന്യക. ഞാൻ ചോദിച്ചു, ആരെഴുതിയ പുസ്തകമാണ്? ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പിതാക്കന്മാരോ അച്ഛന്മാരോ പണ്ഡിതന്മാരോ വല്ല എഴുതിയ പുസ്തകമാണെന്ന് വിചാരിച്ച്. ഇത് ആരെഴുതിയതാണ്? പരിശുദ്ധ മറിയം നിത്യകന്യക. ഇതെന്താണ്? ഇതൊരു പ്രബോധന വിഷയമാണ്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. അപ്പോൾ ആ കുടുംബത്തിലെ ആ കുടുംബനാഥൻ എനിക്ക് പുസ്തകം തന്ന ആൾ പറഞ്ഞു, എൻ്റെ വല്യപ്പച്ചൻ എഴുതിയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാണ് വല്യപ്പച്ചൻ? ഒരു പണ്ഡിതനാണോ? അപ്പോൾ പറഞ്ഞു, അതേ, ഒരു സാധാരണ കുടുംബനാഥൻ, ഒരു സാധാരണ കർഷകൻ, ഒരു സാധാരണ ജോലി ചെയ്ത നാട്ടും പുറത്തെ ഒരു ഗ്രാമത്തിലെ മനുഷ്യൻ. അത് എഴുതിയ ഗ്രന്ഥം എന്താണ്? പരിശുദ്ധ മറിയം നിത്യകന്യക. എന്താ ഇത് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? ഒരു കാലമുണ്ടായിരുന്നു ക്രിസ്ത്യാനിക്ക്. ചായക്കടകളിലും വീടുകളിലും വഴിയോരങ്ങളിലും പള്ളിപ്പറമ്പുകളിലുമെല്ലാം പള്ളിമുറ്റങ്ങളിലുമെല്ലാം നമ്മൾ വിശ്വാസ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാലം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരും, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യങ്ങൾ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നിത്യകന്യാത്വം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണം, പരിശുദ്ധ കുർബാനയുടെ ആന്തരികാർത്ഥങ്ങൾ, മാമോദീസായുടെ നിഗൂഢ രഹസ്യങ്ങൾ,
ഇതൊക്കെ വീടുകളിലെ സായാഹ്ന ചർച്ചകളുടെ ഭാഗമായിരുന്നൊരു കാലമുണ്ടായിരുന്നു ക്രിസ്ത്യാനിക്ക്. ഇന്നത് ചാനലുകളിലെ അന്തിച്ചർച്ചകൾക്ക് വഴിമാറിയപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ മതത്തിലുള്ള ആളുകൾ 4 ചോദ്യം ചോദിക്കുമ്പോൾ മുട്ടുമടങ്ങുന്ന വിശ്വാസമേ നമ്മുടെ വിശ്വാസികളുടെ ഹൃദയത്തിലുള്ളൂ. 4 ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ വിശ്വാസത്തെ ഇന്ന് മറ്റൊരാൾക്ക് നേരിടാം. ഏതെങ്കിലും ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഫ്രീ തിങ്കേഴ്സിൻ്റെയോ യൂട്യൂബ് ചാനലുകൾക്ക് കവർന്നെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രമാത്രം ആഴമില്ലാത്തതായി നമ്മുടെ വിശ്വാസികളുടെ ഹൃദയത്തിലെ വിശ്വാസം മാറിയത് എങ്ങനെയാണ്? നമ്മൾ രക്ഷയുടെ രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായി മാറിയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വലിയ വിഷയം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പള്ളിയിൽ പോകുന്നവർ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥനകളെ ആശ്രയം വെച്ചവർ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ധ്യാനകേന്ദ്രങ്ങളിൽ അഭയം തിരഞ്ഞവർ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ബൈബിൾ വായിച്ചവർ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഭക്താഭ്യാസങ്ങളിലും ആത്മീയ കൃത്യങ്ങളിലും പങ്കുചേർന്നവർ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയെ വിശ്വാസത്തിൽ നിന്ന് കവർന്നെടുക്കാൻ വിത്ത് വിതയ്ക്കുന്ന തലമുറയാണ്. അപ്പം ഇതാണ് ഇതിനകത്ത് ഗൗരവം. പൗലോസ് പറയണം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കൊളോസോസ് ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം വായിച്ചേ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. കണ്ടോ, നിങ്ങൾ മാമോദീസ വഴി ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്ത ഈ ലോകത്തിലുള്ള വസ്തുക്കളിൽ കുരുങ്ങിക്കിടക്കാതെ മറിച്ച് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ ഒരു അപകടം എന്തെന്നറിയാമോ? നമ്മൾ ഈ വചനങ്ങളെ എല്ലാം ഈ ജീവിതത്തിന് പറ്റിയ വിധത്തിൽ വ്യാഖ്യാനിച്ചു. അതായത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരൊറ്റ ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നതിന് പകരം, ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിന് പകരം അപ്പോസ്തലന്മാർ വിവരിച്ചത് മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളാണ്. മനസ്സിലായില്ലേ? വീട് വെക്കുന്നതും ജോലി കിട്ടുന്നതും കല്യാണം നടത്തുന്നതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും തുടങ്ങി പഴയ നിയമത്തിൽ വിവരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പകരം എപ്പോഴും പുതിയ നിയമത്തിൽ വിവരിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളാണ്. ഒരു വാക്യം വായിച്ചേ. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. എഫേസോസ് ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. എഫേസോസ് 1:3 ഉറക്കെ വായിച്ചേ. സ്വർഗീയമായ, എടുത്ത് വായിച്ചേ. എഫേസോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. കണ്ടോ, എന്തനുഗ്രഹമാണ്? ക്രിസ്തുവിൽ സ്വർഗീയമായ അല്ലെങ്കിൽ ഭൗമികമായ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളാലും എന്നാണോ? അല്ല, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. കണ്ടോ, ആത്മീയ വരങ്ങളാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് നമുക്ക് പറ്റിയ അപകടം എന്തെന്നറിയാമോ? നമുക്ക് പറ്റിയ അപകടം നമ്മൾ എല്ലാ വാക്യങ്ങളെയും എന്ത് ചെയ്തു? നമുക്ക് പറ്റിയ വിധത്തിൽ വ്യാഖ്യാനിച്ചു. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയട്ടെ. ഇപ്പോൾ ലൂക്കാസ് സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ രാത്രി മുഴുവൻ പത്രോസും അപ്പോസ്തലന്മാരും മീൻ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ തളർന്ന് മടുത്ത് അവശരായിട്ട് നിൽക്കുമ്പോൾ പ്രഭാതമാകുമ്പോൾ ഈശോ അവരുടെ വഞ്ചി കയറുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് വല എറിയുക. അപ്പോൾ ഈശോ പറഞ്ഞത് കേട്ടിട്ട് ഇവർ ആഴത്തിലേക്ക് വല എറിഞ്ഞു. ഇഷ്ടംപോലെ മീൻ കിട്ടി. വലിച്ചു കയറ്റാൻ പ്രയാസമുള്ള വിധത്തിൽ വല കീറുന്നത് പോലെ മീനായി. ഇപ്പം നമ്മൾ ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എന്താ പറയാൻ പോണേ? നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴോ വായിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്, കർത്താവ് വന്നാൽ നമ്മുടെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവും, കർത്താവ് വന്ന് കർത്താവിൻ്റെ കൂടെ നിന്നാൽ ബിസിനസ് മെച്ചപ്പെടും. ഈ രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ വായിക്കുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവേ നീ നാളെയും വരണേ, വരുമ്പോൾ ഞങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുമെന്നല്ല.
ഈ കർത്താവിൻ്റെ പ്രസൻസിൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവർ ആ അത്ഭുതങ്ങൾ നടത്താൻ ദൈവമേ നാളെയും നീ വരണേ എന്നല്ല പറഞ്ഞത്. കർത്താവേ ഞാൻ പാപിയാകുന്നേ, എൻ്റെ അടുത്തുനിന്ന് അകന്നു പോണേ എന്നാ പറഞ്ഞത്. അത്ഭുതങ്ങൾ നടന്നപ്പോൾ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ നിലവിളിച്ചത് തൻ്റെ പാപാവസ്ഥ ഓർത്തിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അത്ഭുതങ്ങൾ കണ്ട എത്ര പേർക്ക് തങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യം വന്നു? അത്ഭുതങ്ങൾ നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവരായതുകൊണ്ടാണ് അത്ഭുതം നടന്നതെന്നാണ്. മിറക്കിൾസ് നടന്നപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ചിന്ത ഏതവസ്ഥയിലാണ് വന്നത്? ഇതാ ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഓരോ അത്ഭുതവും ഓരോ ദൈവത്തിൻ്റെ ഇടപെടലും നമ്മെ വിളിച്ചത് നമ്മൾ പാപികളാണെന്ന് തിരിച്ചറിഞ്ഞ് നിലവിളിക്കാനാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. നമ്മൾ അങ്ങനെ കാണുന്നേ ഇല്ല ആ ഭാഗത്തെ. ആകെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇതാ അത്ഭുതങ്ങൾ നടന്നു, അതുകൊണ്ട് നമ്മൾ നല്ലതാണ്, ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ മറ്റൊരു വചനം പറയാം. മത്തായി 19 നമുക്കതെടുത്ത് വായിക്കാം. മത്തായി 19 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പറയുന്നത് വചനത്തെ നമ്മൾ എപ്പോഴും നമ്മുടെ ജഡികമായ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, മത്തായി 19:27 മുതൽ വായിക്കാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്താണ് ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ നേരത്തെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്താണിത്? ഒരപ്പനെ ഉപേക്ഷിക്കുമ്പോൾ, ഒരമ്മയെ ഉപേക്ഷിക്കുമ്പോൾ നമുക്കെന്താണ്? 100 അപ്പന്മാരെ 100 അമ്മമാരെ കിട്ടുന്നു. 100 അപ്പന്മാരെ 100 അമ്മമാരെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 100 അപ്പന്മാരുടെ സ്നേഹം, കരുതൽ, 100 അമ്മമാരുടെ സ്നേഹം, കരുതൽ നമുക്ക് കിട്ടുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ വചനത്തെ വ്യാഖ്യാനിച്ചത്? എനിക്ക് ഗുണപ്പെടുന്ന വിധത്തിലാണ് വ്യാഖ്യാനിച്ചത്. എന്താണ്? ഞാൻ ഒരപ്പനെ ഒരമ്മയെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് 1000കണക്കിന് അമ്മമാരുടെ സ്നേഹം, 1000കണക്കിന് അപ്പന്മാരുടെ സ്നേഹം എൻ്റെ കർത്താവ് തരുന്നു. ഇങ്ങനെയാണ്. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ഈ വചനത്തെ വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം അതല്ല എന്ന് മനസ്സിലാവും. മറിച്ച് ഒരു മകനെന്ന നിലയിൽ എനിക്ക് ഒരപ്പനെയും ഒരമ്മയുമാണ് നോക്കാനുണ്ടായിരുന്നത്. ഒരപ്പൻ്റെയും ഒരമ്മയുടെയും കാര്യം, ഉത്തരവാദിത്വം നോക്കാനുള്ള ബാധ്യതയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് പറയാണ്, നീ എൻ്റെ ശിഷ്യനാവുന്നതോടുകൂടി നീ 1000 അപ്പന്മാരെ 1000 അമ്മമാരെ നിൻ്റെ അപ്പനെ അമ്മയെ നോക്കുന്നത് പോലെ നോക്കാനുള്ള ബാധ്യത നിനക്കുണ്ടാവുകയാണ്. അപ്പോൾ കണ്ടോ, നേരെ അത് എനിക്ക് നഷ്ടം വരുന്ന വിധത്തിൽ ഞാനിതിനെ വ്യാഖ്യാനിക്കില്ല. ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ ജഡത്തെ പോഷിപ്പിക്കുന്ന, എൻ്റെ ആഗ്രഹങ്ങളെ ബലപ്പെടുത്തുന്ന വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കൂ. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ജഡത്തിൽ വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു വാക്യം വായിച്ച് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം എപ്പോഴും നമ്മൾ മിക്കവാറും എടുക്കുന്ന, ഇൻ്റർവ്യൂ പാസ്സാവാനും ജോലി കിട്ടാനും പഠിക്കാനും ഒക്കെ എടുക്കുന്ന ഒരു വാക്യമാണ്. തെറ്റൊന്നുമില്ല അങ്ങനെ എടുക്കുന്നതിൽ. എന്നാൽ എപ്പോഴും നമ്മളിതിനെ ജഡത്തിൽ മാത്രം വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം കളയരുത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അത് നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു വചനമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റും, എനിക്ക് ഈ മത്സര പരീക്ഷ പാസ്സാവാൻ പറ്റും, എനിക്ക് ഈ പറയുന്ന പ്രശ്നത്തിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. ഇതൊക്കെയാണ്, തെറ്റില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? അതിന് മുമ്പ് വായിച്ചേ 11-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും
ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ. അപ്പോൾ എന്താ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഏത് സാഹചര്യത്തിലും ജീവിക്കും പരാതിയില്ലാതെ. മനസ്സിലായില്ലേ? ഞാൻ എക്സിക്യൂട്ടീവ് റൂമിലും ജീവിക്കും, കുപ്പത്തൊട്ടിയിലും ജീവിക്കും. ഞാൻ AC റൂമിലും കിടക്കും, ഞാൻ ബസ് സ്റ്റാൻഡിലും കിടക്കും. ഞാൻ കമ്പിളിപ്പുതപ്പ് വിരിച്ച് കിടക്കും, ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചും കിടക്കും, പരാതിയില്ലാതെ. ഏത് സാഹചര്യത്തിലും കഴിയാനുള്ള പരിശീലനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. സത്യത്തിൽ പൗലോസ് പറഞ്ഞ എന്താ? എനിക്ക് എന്ത് സാഹചര്യം വന്നാലും ഞാൻ പരാതി പറയാതെ അതിനെ അതിജീവിക്കാൻ എനിക്ക് പറ്റും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റും, എനിക്ക് ജോലി കിട്ടും, എൻ്റെ വിസയുടെ തടസ്സം മാറും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു വാക്യം നമ്മൾ സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് എഫേസോസ് ലേഖനം 3:20-21. എഫേസോസ് 3:20-21. എഫേസോസ് 3:20-21 എടുത്തേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. അപ്പം നമ്മൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ കർത്താവെല്ലാം ചെയ്തു തരും. നമ്മൾ പലപ്പോഴും ജഡത്തിലാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് തൊട്ട് മുമ്പത്തെ ഭാഗം നിങ്ങൾ സമയമെടുത്തൊന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് യേശുവിനെ പോലെ സ്നേഹിക്കാൻ, യേശുവിനെ പോലെ സഹിക്കാൻ, യേശുവിനെ പോലെ ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, യേശുവിനെ പോലെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുമ്പോൾ, യേശുവിനെ പോലെ താഴാൻ എനിക്ക് പറ്റുമ്പോൾ, യേശുവിനെ പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴമൊക്കെ ഗ്രഹിക്കുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ സ്വഭാവം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് ആ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്തു തരുമെന്നാണ് എൻ്റെ അർത്ഥം. എന്ത്? എന്നെ യേശുവിനെ പോലെ ആക്കുമെന്നാണ്. അല്ലാതെ എൻ്റെ പരീക്ഷ പാസ്സാക്കി തരുമെന്നല്ല. തീർച്ചയായിട്ടും പരീക്ഷ പാസ്സാക്കി തരും, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഇതിനപ്പുറത്ത് ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് വചനത്തെ വ്യാഖ്യാനിക്കണം. എപ്പോഴും പുതിയ നിയമത്തിലെ എല്ലാ വാക്യങ്ങളും ആത്മാവിൻ്റെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട പറയപ്പെട്ടവയാണ്. ഒന്ന് വെച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ പൗലോസ്ലീഹ ഇങ്ങനെ എല്ലാ കാര്യത്തെയും ജഡത്തിൽ നിന്ന് കാണുന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരെ, അല്ലെങ്കിൽ വചനത്തെയും പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളെയും എല്ലാം ജഡത്തിൽ മനസ്സിലാക്കുന്നവരെ പൗലോസ്ലീഹ വിളിക്കുന്നത് കുരിശിൻ്റെ ശത്രുക്കൾ എന്നാണ്. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. ഫിലിപ്പി ലേഖനം എടുക്കാം. ഫിലിപ്പി ലേഖനത്തിൽ 3-ാം അധ്യായം എടുത്തേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18 മുതൽ 20 വരെ നമുക്ക് ഉറക്കെ വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18 മുതൽ 20 വരെ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അടുത്തത് വായിച്ചേ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. കണ്ടോ? ഈ ലോകത്തുള്ള കാര്യങ്ങൾ മാത്രം അവർ ചിന്തിക്കുന്നു. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം എവിടാണ്? സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കണ്ടോ? ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. എപ്പോഴും ഈ അപ്പസ്തോലന്മാരെ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നത് ഈ ലോകമല്ല, സ്വർഗമാണ്. അവരുടെ ഹൃദയത്തിനകത്ത് ഈ ഒറ്റ ചിന്ത, സ്വർഗം. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തയില്ല. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നോമ്പ് കാലമല്ലേ. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി നമുക്ക് ഈ രക്ഷയുടെ രഹസ്യങ്ങളെ ധ്യാനിക്കാൻ. അതിന് എന്താ ചെയ്യണ്ടേ? അതിന് ഈ പുതിയ നിയമം, പ്രത്യേകിച്ച് പൗലോസ്ലീഹയുടെ, പത്രോസ്ലീഹയുടെ, യാക്കോബ് ശ്ലീഹയുടെ, യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനങ്ങൾ വായിച്ച് എന്താണ് യേശുവിലൂടെ വന്ന രക്ഷ, എന്താണ് നമ്മെ രക്ഷിച്ചത്, എങ്ങനെയാണ് നാം രക്ഷ പ്രാപിച്ചത്, ഇതിനെക്കുറിച്ച് നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അതായത് നമ്മുടെ പ്രത്യാശ എപ്പോഴും സ്വർഗീയ കാര്യങ്ങളിൽ വെക്കണം. നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ്. എന്നാൽ വിശ്വാസമെന്ന് ഹെബ്രായർ 11:1 പറയുന്നത് എന്താ? പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പാണ്.
ബൈബിളിൽ എവിടെയെങ്കിലും പ്രത്യാശ എന്ന് പറയുന്നൊരു വാക്ക് കാണുമെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കണം. പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വാക്കല്ല, സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള വാക്കാണ് പ്രത്യാശ. സ്വർഗീയമായ കാര്യങ്ങൾ, എല്ലാ സ്വർഗീയ ആത്മീയ വരങ്ങൾ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പള്ളിയിൽ ഇപ്പം നിങ്ങൾ മലങ്കര സഭയിൽപ്പെട്ടവരാണെങ്കിൽ എന്നാ സംഭവിക്കുന്നത്, നിങ്ങൾ പള്ളി ചെല്ലുമ്പോൾ അല്ലെ നമ്മൾ പള്ളി ചെല്ലുമ്പോൾ ഞായറാഴ്ച ദിവസം പ്രഭാത നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന, അല്ലെ നിങ്ങൾ സിറോ മലബാറുകാരാണെങ്കിൽ പ്രഭാതത്തിലെ പ്രാർത്ഥന, യാമ പ്രാർത്ഥന അത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുമോ? നിങ്ങൾ ഈ ആരാധന ക്രമത്തിലെ അല്ലെങ്കിൽ വേണ്ട കുർബാന പുസ്തകം എടുത്തേ, ഈ കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം ചലിക്കുമോ? അതിൽ ഓരോ പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ, ഇപ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കർത്താവേ എൻ്റെ പ്രശ്നത്തിൽ ഇടപെടണേ എന്ന് പറയുമ്പോഴുള്ള ആ വൈകാരിക തീവ്രതയുണ്ടോ? ദൈവം പരിശുദ്ധൻ 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 എന്ന് പ്രഘോഷിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു അവൻ ഒറ്റയ്ക്ക് കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചലനം, നിങ്ങളുടെ ആത്മാവിലൊരു ചലനം ഉണ്ടാവുന്നുണ്ടോ? ഈ രക്ഷയുടെ രഹസ്യങ്ങളിൽ നിങ്ങൾ ആഹ്ലാദിക്കുന്നുണ്ടോ? പോട്ടെ, അതൊക്കെ പോട്ടെ, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുള്ളിച്ചാടുമോ? ഇത്രയും മാത്രം ചോദിച്ചാൽ മതി. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദത്താൽ നിറയുമോ? എങ്കിൽ നിങ്ങൾ ഉന്നതത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നമുക്ക് പരിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറാത്തത്? നമുക്ക് കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു ചലനം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? എന്താണെന്നറിയാമോ? നമ്മൾ അത്രയും മറ്റീരിയലിസ്റ്റിക്കായി പോയ ഒരു ജനതയായിട്ട് മാറി. പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജഡത്തെ പോഷിപ്പിക്കുന്ന പ്രാർത്ഥനകൾ വളരെ കുറവാണ്. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന പ്രാർത്ഥനകൾ വളരെ കുറവാണ്. എല്ലാം രക്ഷയുടെ രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്നത്, രക്ഷയുടെ രഹസ്യങ്ങൾ. പിതാക്കന്മാർ മുഴുവൻ അവരുടെ ജീവിതത്തിൽ ധ്യാനിച്ച രക്ഷയുടെ മഹാരഹസ്യങ്ങളാണ് ഈ പ്രാർത്ഥനകളിൽ എഴുതി വെച്ചത്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കണം. ലൂക്ക 24:45 നമ്മൾ എത്ര വചനം പറഞ്ഞിട്ടും കാര്യമില്ല, ആത്മാവ് ദൈവം തുറന്നു തരാതെ. ലൂക്ക 24:45 ഈ അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പസ്തോല പ്രവർത്തനം 16:14 പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ലിദിയ എന്ന പട്ടുവിൽപ്പനക്കാരിയുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു. ഈ സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങളെല്ലാം ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഒന്ന് ഹൃദയം തുറന്ന് അതരം തുറന്ന് എല്ലാം മറന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ 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 യേശുവേ 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 ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. പഠിക്കേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. വലിയ ദാഹത്തോടെ പഠിക്കേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ചൊത്തിലൊന്ന് പഠിക്കേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ,
ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം, 12ഉം 13ഉം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12ഉം 13ഉം തിരുവചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് അത്രേ. അത് നമ്മുടെ രക്ഷയുടെ രഹസ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മൾ ചിന്തിക്കാൻ പോവാണ്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ്. ഇതാണ് ഒന്നാമത്തെ രഹസ്യം. എന്താണ്? നമ്മൾ മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമല്ല, ആത്മാവിൽ നിന്ന് ജനിച്ച ആത്മീയരാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചവരാണ്. ഒരിക്കൽ കൂടെ വായിച്ച ആ വചനം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12ഉം 13ഉം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോ ദൈവത്തിൽ നിന്ന് ഒരു ജനനം. അപ്പൊ ഇതിനെക്കുറിച്ച് ഈശോ പറയുന്നത് ഒരു യഹൂദ പണ്ഡിതനോടാണ് 3-ാം അധ്യായത്തിൽ. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് ഈശോ ചർച്ച ചെയ്തത് ആരോടാണ്? നിക്കോദെമോസ് എന്ന് പേരുള്ള ഒരു യഹൂദ റബ്ബിയോടാണ്, ഒരു പരിസയ പ്രമാണിയോടാണ്. അപ്പോൾ നമുക്ക് ആ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പരിസയരിൽ നിക്കോദെമോസ് എന്ന് പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. യേശു പറഞ്ഞു, വളരെ സൂക്ഷിച്ച് വായിച്ചോണേ, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ ആമേൻ ഐ സേ ടു യു. ആമേൻ ആമേൻ, അങ്ങനെയാണ് പറയുന്നത്. ആമേൻ ആമേൻ സെയിങ് എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുകയാണ്. ആമേൻ ആമേൻ ഐ സേ ടു യു. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, അത് ഉറപ്പായിട്ട് പറയുകയാണ്, ഉറപ്പാണ്. അദ്ദേഹം പറയുകയാണ്, ഈശോ പറയുകയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. അപ്പൊ നിക്കോദെമോസ് ചോദിച്ചു, എങ്ങനെ? അടുത്ത വാക്യം വായിച്ച്. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ പറ്റും? അല്ലേ, സാധാരണ സംശയമല്ലേ, പ്രായമായ ഒരാൾക്ക് പിന്നെ എങ്ങനെ ജനിക്കാൻ പറ്റും? അപ്പോൾ ഈശോ പറയുകയാണ് അതെങ്ങനെയാണെന്ന്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ പറ്റുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യം. കണ്ടോ, ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവിൽ നിന്ന് ജനിക്കണമെങ്കിൽ എന്താണ്? ജഡത്തിൽ നിന്ന് ജനിച്ചതാണ് അപ്പൻ്റെ അമ്മയുടെ എന്ന് ജനിച്ചത്. അതാണ് മാംസത്തിൽ നിന്ന് ജനിച്ചത്. മനസ്സിലായല്ലോ? മാംസത്തിൽ നിന്ന് ജനിച്ചതാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് അപ്പൻ്റെ സഹകരണത്തോടെ ജനിച്ചത്. അതാണ് മാംസത്തിൽ നിന്നുള്ള ജനനം. കഥ പറയാണ്, ആ ജനനം അല്ല ഇത്. ഈ ജനനം എങ്ങനെയാണ്? ആത്മാവിൽ നിന്നുള്ള ജനനമാണ് ഈ വീണ്ടും ജനനം. അതെങ്ങനെയാണ്? ജലത്താലും
ആത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്നിട്ട് 9-ാമത്തെ വാക്യം 9-ഉം 10-ഉം വായിച്ചേ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദെമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാവുന്നില്ലേ? അതെന്താണ്? ഇസ്രായേലിലെ ഗുരുവിന് ഈ കാര്യം നേരത്തെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇത് ഈശോ അല്ലേ ഇപ്പൊ പറയുന്നേ? ഇപ്പൊ കർത്താവ് പറയാണ്, നീ ഒരു പണ്ഡിതനല്ലേ, എന്നിട്ട് നിനക്ക് ഇത് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ഈ ഒരു പണ്ഡിതനാണെങ്കിൽ ഈ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ട്, നീ അത് വായിച്ചിട്ടില്ലേ? എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അറിയാമോ? ഈ സൂചിപ്പിക്കുന്നത് എസെക്കിയേൽ 36-ൽ ഒരു പ്രവചനമുണ്ട്. അത് നമുക്കെടുക്കാം. എസെക്കിയേൽ 36-ൽ ഒരു പ്രവചനമുണ്ട്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തെപ്പറ്റി എടുക്കാം. എസെക്കിയേൽ 36:24 മുതൽ നമുക്ക് വായിക്കാം. എസെക്കിയേൽ 36:24 മുതൽ ഉറക്കെ വായിക്കാം. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരിൽ ശ്രദ്ധയുള്ളവരുമാക്കും. ശ്രദ്ധിച്ചേ, 2 കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ. 1, നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും. 2, നിങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. ജലം, ആത്മാവ്, ജലം, ആത്മാവ്. എസെക്കിയേൽ 36 പ്രവചിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. ഈശോ പറയാണ് എസെക്കിയേൽ 36-ൽ, നിക്കോദെമോസേ, നീ വായിച്ചിട്ടില്ലേ? ജലത്താലും ആത്മാവിനാലും ഒരു വീണ്ടും ജനനമുണ്ട്. അതാണ് മാമോദീസ. എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. ഒന്നും മനസ്സിലാവുന്നുണ്ടോ? ഒരു 2ാമത്തെ ജനനം. ഒരിക്കൽ കൂടെ വായിച്ചാൽ അവിടെ സംഭവിക്കുന്ന മാമോദീസായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 25 മുതൽ ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരും ശ്രദ്ധയുള്ളവരുമാക്കും. മാമോദീസ സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ വാക്ക് കേൾക്കുക. നിങ്ങളുടെ മേൽ കർത്താവ് ഒരിക്കൽ ശുദ്ധജലം തളിച്ചു. കർത്താവിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കണം. വീണ്ടും ജനിച്ചവരാണ്. പത്രോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയും, നമുക്ക് വായിക്കാം. പത്രോസ്ലീഹയുടെ ലേഖനത്തിലെടുത്ത് പത്രോസ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയുന്നത്? പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 18 മുതൽ വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18 മുതൽ വായിച്ചേ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഇവിടെ പത്രോസ് പറയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് നീതിയില്ലാത്ത ബലഹീനരായ, റോമർ 5 പറയുന്നത് പോലെ ബലഹീനരായിരുന്ന, ശത്രുക്കളായിരുന്ന, പാപികളായിരുന്ന നമുക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? അവൻ ആ മരണത്തോടുകൂടി അവൻ നമ്മളെ നീതീകരിച്ചു. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചേ. ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ വളരെ ശ്രദ്ധിച്ചു വായിച്ചു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അപ്പൊ എന്താണ് നോഹയുടെ പെട്ടകം? ആ നോഹയുടെ പെട്ടകത്തിൽ എത്ര പേരുണ്ട്? 8 പേര്. ആരൊക്കെയാണ് 8 പേര്? നോഹ, നോഹയുടെ ഭാര്യ, പിന്നെ ആരാണ്? നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാര്. 3, 3, 6, 2, 8. ഈ 8 പേര്. നോഹയും
നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും മക്കളുടെ ഭാര്യമാരും. അപ്പോൾ ഈ 8 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. എങ്ങനെ രക്ഷപ്പെട്ടത്? ഈ ജലത്തിൽ അവർ രക്ഷപ്പെട്ടത് പെട്ടകത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയുന്നത്? അപ്പോൾ പറയണം, ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. 21-ാമത്തെ വാക്യം വായിച്ചേ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനം, ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധമനസാക്ഷിക്കായി ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പത്രോസ് എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വീണ്ടും ജനനം ആരംഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. നോഹയുടെ പെട്ടകത്തിന് സാദൃശ്യമുള്ള, ജലത്തിലൂടെ രക്ഷ പ്രാപിച്ച ആ സംഭവത്തിന് സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നമ്മളെ രക്ഷിക്കുന്നു. ഇനി തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് മറ്റൊരു വാക്യം വായിക്കാം. ഈ ജ്ഞാനസ്നാനത്തിലൂടെയുള്ള നമ്മുടെ രക്ഷ, നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുമ്പോഴല്ല, മറിച്ച് മാമോദീസായിലൂടെയാണ് നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത്. ഇതാണ് സഭയുടെ പ്രബോധനം. അപ്പോൾ ഇത് അപ്പസ്തോലന്മാരുടെ പ്രബോധനമാണ്, സഭ കണ്ടുപിടിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ ചില വചനഭാഗങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പോവാണ്. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം. തീത്തോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 3 മുതൽ വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ വായിച്ചേ. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ. എന്തെന്നാൽ നാം തന്നെയും, അല്ലേ, തീത്തോസ് 3 മുതൽ കിട്ടിയില്ലേ? തിമോത്തിയോസ് അല്ല, തീത്തോസ് 3-ാം അധ്യായം 3 മുതൽ. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. കിട്ടിയോ? തീത്തോസ് 3 മുതൽ വായിച്ചേ. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യനാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. ഇത് ശ്രദ്ധിക്കണം, നമ്മുടെ രക്ഷ ആരംഭിച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റു പറഞ്ഞപ്പെടല്ല, മറിച്ച് മാമോദീസായിലൂടെയാണ് നമ്മുടെ രക്ഷ. അതാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ്? അത് ഏത് രക്ഷ? ആ രക്ഷ നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. കണ്ടോ? സ്നാനത്താലാണ് രക്ഷ. അപ്പോൾ നമ്മുടെ രക്ഷ ആരംഭിച്ചത് മാമോദീസായിലാണ്. ഇതിനകത്ത് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മൾ ദൈവത്താൽ വീണ്ടും ജനിച്ചവരാണ്, ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. അതെങ്ങനെയാണ്? ആ ജനനം ആരംഭിച്ചത് എവിടെയാണ്? മാമോദീസായിൽ. ക്ലിയറായോ? മാമോദീസായിൽ നമ്മൾ വീണ്ടും ജനിച്ചു, നമ്മൾ നമ്മുടെ രക്ഷ ആരംഭിച്ചു, നമ്മുടെ നീതീകരണം നടന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രക്ഷ പൂർത്തിയായി എന്ന് ചിന്തിക്കരുത്. ഇവിടെയാണ് അപകടം പറ്റുന്നത്. മാമോദീസായിൽ നമ്മൾ രക്ഷ ആരംഭിച്ചു, അത് പൂർത്തിയായിട്ടില്ല. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. രക്ഷയ്ക്കൊരു ഭൂതകാലമുണ്ട്, രക്ഷയ്ക്കൊരു വർത്തമാനകാലമുണ്ട്, രക്ഷയ്ക്കൊരു ഭാവി കാലമുണ്ട്. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. എന്തൊക്കെയാണ്? രക്ഷയ്ക്കൊരു പാസ്റ്റ് ഉണ്ട്, രക്ഷയ്ക്കൊരു പ്രസൻ്റ് ഉണ്ട്, രക്ഷയ്ക്കൊരു ഫ്യൂച്ചറുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെടുന്നു, നമ്മൾ രക്ഷ പൂർത്തിയാക്കും. ഇങ്ങനെ 3 കാലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും വ്യത്യസ്തമായൊരു സഭാ വിഭാഗത്തിൽപ്പെട്ടവർ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറുപടി. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നു, ഞങ്ങളുടെ രക്ഷ പൂർത്തിയാവും. ഇതാണ് ബൈബിളിൻ്റെ ദൈവശാസ്ത്രം. അതെങ്ങനെയാണ്? ചില വാക്യങ്ങൾ വായിച്ചോ. എഫേസോസ് 2:8, അത് രക്ഷയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. എഫേസോസ് 2:8. പെട്ടെന്ന് നമുക്ക് വിശ്വാസം വഴി
കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അത് നടന്ന കാര്യമാണ്, അത് മാമോദീസായിൽ നടന്ന കാര്യമാണ് അല്ലേ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കണമെങ്കിൽ റോമാലേഖനം 5:1 വായിച്ചേ. റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. അതാണ് ഇത്. മാമോദീസായിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, നടന്നു. അതാണ് പാസ്റ്റ്, നടന്നു. ഇനി രക്ഷയ്ക്കൊരു വർത്തമാനകാലമുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ച്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണത്? അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ട്, അവനെ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പം നമ്മൾ യേശുവിനെ കാണുന്നില്ല, പക്ഷേ അവനെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇപ്പം അവനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അവനെ നമ്മൾ സ്നേഹിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പ്രസൻ്റാണ്. മനസ്സിലായോ? അത് പ്രസൻ്റാണ്. രക്ഷയുടെ വർത്തമാനകാലമാണത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണത്. മനസ്സിലായോ? ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴും നമ്മൾ അവനെ വിശ്വസിച്ചുകൊണ്ട്, ഓരോ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത്, നമ്മുടെ രക്ഷ പൂർത്തിയാവും. നമ്മൾ രക്ഷയുടെ പൂർത്തീകരണം, മഹത്വീകരണത്തിലേക്ക് എത്തും. അതെവിടെയാണ് വായിക്കുന്നത്? അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി നമ്മുടെ രക്ഷ പൂർത്തിയായെന്ന് ചിന്തിക്കരുതെന്ന് പൗലോസ് ശ്ലീഹ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12 വായിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എടുത്ത് വായിച്ചേ. ഫിലിപ്പി 2:12. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. കണ്ടോ, ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അധ്വാനിക്കണം. രക്ഷ പൂർത്തിയായിട്ടില്ല. അപ്പം നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഇനി റോമാലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാമോ? റോമാലേഖനം 3-ാം അധ്യായം 3 റോമാലേഖനം 3, ഒരു സെക്കൻഡ്. റോമാലേഖനം 3-ാം അധ്യായം 3 ആ വാക്യം വായിക്കണ്ട. നമുക്ക് 1 കൊരിന്തോസ് 3:15 വായിച്ചേ. 1 കൊരിന്തോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1 കൊരിന്തോസ്. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. കണ്ടോ, ഇത് ഭാവി കാലമാണ്, നടക്കാൻ പോകുന്ന കാലമാണ്. അഗ്നിയിലൂടെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയാം. അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും, നടക്കാൻ പോകുന്ന കാര്യമാണ്. മറ്റൊരു വാക്യം 1 കൊരിന്തോസ് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 5:5 വാക്യം. അതായത് അത് നമ്മൾ ആദ്യം മുതൽ വായിച്ചെങ്കിലും മനസ്സിലാവും. 5:1 മുതൽ വായിച്ചേ. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വീഴ്ചയിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, സഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ കൂദാശ സംസർഗത്തിൽ നിന്ന് മാറ്റി നിർത്തണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തണം. സഭാ കൂട്ടായ്മയിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്തണം. അതാണ് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ സംരക്ഷണ വലയത്തിൽ നിന്ന് അവനെ വെളിയിൽ നിർത്തണം. അവൻ എന്തിനാണ്? അവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ്റെ ആത്മാവ്
കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. കണ്ടോ, അവനെ അങ്ങനെ കുറച്ച് നാളത്തേക്ക് ഡിസിപ്ലിൻ്റെ പേര് മാറ്റി നിർത്തുമ്പോൾ അവൻ അനുദപിച്ച് അത് തിരുത്തി അവൻ്റെ ആത്മാവ് വിധി ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. ഉണ്ടോ, രക്ഷ ഭാവിയിൽ. ഈ മാമോദിസ സ്വീകരിച്ച ആളെക്കുറിച്ചേ പറയുന്നത്. മാമോദിസ സ്വീകരിച്ച ആൾ ഇപ്പോൾ പാപത്തിലായതുകൊണ്ട് അവനൊരു ശിക്ഷണ നടപടി കൊടുത്ത് അത് കഴിയുമ്പോൾ അവൻ രക്ഷ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവിൽ വിധി ദിനത്തിൽ അവൻ രക്ഷ പ്രാപിക്കട്ടെ. ഇങ്ങനെ അനേകം വാക്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്ഷ ആരംഭിച്ചത് മാമോദീസായിലാണ്, പക്ഷെ രക്ഷ പൂർത്തിയായിട്ടില്ല. ഇത് ഇത്രയും വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ നമ്മളിനി മാമോദീസായിലൂടെ സംഭവിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പെട്ടെന്ന് ഇനി നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും. വേഗം ഒന്ന് മനസ്സിലാക്കാൻ പോവാണ്. മാമോദീസ വഴി എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. വേഗം എടുക്കാം. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്നറിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ മാമോദിസ വഴി യേശുക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ടു. യേശുക്രിസ്തുവിനോട് ഒന്നായിട്ട് മാറി. മാമോദിസ വഴി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു. യേശുവും നമ്മളും ഒരു ബന്ധം ആരംഭിച്ചു. ഇത് ഗ്രഹിക്കുക. മറ്റൊരു വാക്യം, കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. കൊളോസോസ് ലേഖനം എടുത്ത് കൊളോസോസ് 2-ാം അധ്യായം 11-12 വാക്യം വായിച്ചേ. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. 12-ാമത്തെ വാക്യം ഉറക്കെ വായിച്ച്. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടൊപ്പം അപ്പം മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും നമ്മൾ പങ്കുചേർന്നു ആണ് രണ്ടാമത്തേത്. മാമോദീസ വഴി യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും നമ്മൾ പങ്കുചേർന്നു. ഇനി നമുക്ക് വായിക്കേണ്ടത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? അതായത് മാമോദീസ വഴി നമ്മൾ യേശുവിനോട് ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെയും പറയുന്നുണ്ട്. മാമോദീസ വഴി യേശുവിനോട് ഐക്യപ്പെട്ടപ്പോൾ എന്താണ്? നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ഒരാൾ നോക്കുമ്പോൾ നമ്മളെ കാണാൻ പാടില്ല, യേശുവിനെ കാണാൻ പാടുള്ളൂ. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പം എൻ്റെ ശരീരഭാഗങ്ങൾ കാണാതെ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ എന്നെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്തുവിനെ എടുത്ത് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണുന്നവർ എന്നെ അല്ല കാണേണ്ടത്, മറിച്ച് യേശുവിനെ കാണണം. എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ പോലെ പെരുമാറാൻ ഈ വിശ്വാസം എന്നെ സഹായിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തിക്ക് ഞാനൊരു പഴയ മനുഷ്യനല്ല, ക്രിസ്തുവിനാൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാണെന്നുള്ള വിശ്വാസം ആഴപ്പെടണം. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. മറ്റൊരു വാക്യം എടുക്കാം. 1 കൊരിന്തോസ് 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 12-ാം അധ്യായം. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ അങ്ങനെ നമുക്ക് സാധിച്ചു. മനസ്സിലായോ? അതായത് മാമോദീസ വഴി നമ്മൾ ഒറ്റ ശരീരമായി തീർന്നു. ഈ മാമോദീസ സ്വീകരിച്ച വ്യക്തികളെല്ലാം പല ശരീരങ്ങളല്ല, ഒറ്റ ശരീരമാണ്. മനസ്സിലായി? ഇവിടെയാണ് നമ്മൾ നേരത്തെ പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ പൗലോസിൻ്റെ ആളാണ്, ഞങ്ങൾ ഈ സഭയാണ്, ഞങ്ങൾ ഈ റീത്താണ്, ഞങ്ങൾ ഈ ഇന്ന ആരാധനക്കാരാണ്. ഈ വ്യത്യാസമൊന്നുമില്ല. മാമോദീസ സ്വീകരിച്ചവർ ഒറ്റ ശരീരമാണ്. അപ്പോൾ അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു പ്രശ്നം നടന്നാൽ മലങ്കരക്കാരന് നോവണം, ലത്തീൻ സഭയിൽ ഒരു പ്രശ്നം നടന്നാൽ സീറോ മലബാറുകാരന് നോവണം. മനസ്സിലായോ? അമേരിക്കയിലെ ഒരു സഭയിൽ ഒരു വിഷയം നടന്നാൽ കേരളത്തിൽ നിൽക്കുന്ന നമുക്കത് നോവണം. കാരണം എന്താണ്? ഒറ്റ ശരീരമാണ്, ഒറ്റ ശരീരം. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ ദുരവസ്ഥ? ഇത്രയും ഭിന്നിപ്പിക്കപ്പെട്ടൊരു സമൂഹം വേറെയില്ല, ഇത്രയും അന്തഛിദ്രമുള്ളൊരു സമൂഹം വേറെയില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാൻ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഒറ്റ
ഒറ്റ ശരീരമായിട്ട് മാറി, ഒറ്റ ശരീരം. 1 കൊരിന്തോസ് 6:11 വായിച്ചേ. 1 കൊരിന്തോസ് 6:11. 1 കൊരിന്തോസ് 6:11. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു, എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് നമ്മുടെ ആത്മാവിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയപ്പെട്ടു മാമോദീസായിൽ, പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 22:16 വായിക്കാമോ? വാക്യങ്ങൾ, വചനം വായിക്കുന്നത് നല്ലതാണ്, വലിയൊരു അഭിഷേകം നിറയും. അപ്പോസ്തല പ്രവർത്തനം 22:16. ഇനി എന്തിന് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയണ്ടോ. സ്നാനം സ്വീകരിക്കുമ്പോൾ എന്താ പോകുന്നത്? പാപങ്ങൾ കഴുകിക്കളയപ്പെടുകയാണ്. ഞാൻ മുതിർന്ന സഹോദരങ്ങൾക്ക്, അക്കരൈസ സഹോദരങ്ങൾക്ക് മാമോദീസ കൊടുക്കാറുണ്ട്. വിശ്വാസം സ്വീകരിച്ച ആളുകൾ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ പറയും, അതായത് ഇതാ ഇപ്പോൾ ഈ മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പാപങ്ങളും കഴുകിക്കളയപ്പെടുകയാണ്. അപ്പോൾ ഈ സമയത്ത് അവർക്കുണ്ടാകുന്ന ആ സന്തോഷം, മുഴുവൻ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ക്ഷമിക്കപ്പെട്ടു മാമോദീസായിൽ. ഇത് നമ്മൾ വിശ്വസിക്കുക. എന്താ സംഭവിച്ചത്? മാമോദീസായിൽ നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെട്ടു. 2 കൊരിന്തോസ് 5:17 വായിക്കാം. 2 കൊരിന്തോസ് 5:17 വേഗം എടുത്ത് വായിക്കണം. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. മാമോദീസ വഴി അടുത്ത ഫലം എന്താണ്? പുതിയ സൃഷ്ടിയായിട്ട് മാറി. പഴയത് കടന്നുപോയി. പഴയത് കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പഴയ ശാപം കടന്നുപോയി. ഈ കുടുംബത്തിലുള്ള ശാപത്തിൻ്റെ കെട്ട് അഴിഞ്ഞു. ആ പഴയതെല്ലാം കടന്നുപോയി, പുതിയ സൃഷ്ടിയായി. അതങ്ങ് വിശ്വസിക്കുക, പുതിയ സൃഷ്ടിയായി. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഗലാത്യർ 2:20 വായിച്ചേ. ഗലാത്യർ 2:20. ഗലാത്യർ 2:20. എന്താണ് മാമോദീസയിൽ സംഭവിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. വിശ്വാസത്തിൽ ഇതെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റണം. ഞാൻ ഇതിൻ്റെ ഉപസംഹാരമായിട്ട് നമ്മൾ മാമോദീസയെക്കുറിച്ച്, നമ്മുടെ രക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മാമോദീസ. ഇതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. മതി. നിങ്ങളിവിടെ ശ്രദ്ധയോടെ വായിച്ചാൽ ഈ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ കാണാൻ പറ്റും. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. എവിടെയാണത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതാണ് വിശ്വാസം. 2 പ്രത്യാശ, ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കണ്ടോ? പ്രത്യാശ. ഇനി എന്താണ്? സ്നേഹം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അറിഞ്ഞത്? നമ്മൾ ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കണ്ടോ? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തൊക്കെയാണ്? 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ഇതിനെന്താ വിളിക്കുന്നത്? ദൈവിക പുണ്യങ്ങൾ. ഇനി എന്നെ കേൾക്കുക. എന്താണ് ക്രിസ്തീയ ജീവിതം? എന്താണ് ക്രിസ്തീയ ജീവിതം?
ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ജീവിതമാണ്, പ്രത്യാശയുടെ ജീവിതമാണ്, സ്നേഹത്തിൻ്റെ ജീവിതമാണ്. എന്താണ് നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്? വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. 2, പ്രത്യാശിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. 3, സ്നേഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അപ്പോൾ ഈ മാമോദീസ നമ്മളെ സഹായിക്കേണ്ടത്, ഈ മാമോദീസയിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ വർഷിക്കപ്പെട്ടു എന്നാണ് മതബോധനം നമ്മെ പഠിപ്പിക്കുന്നത്. വചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് വിശ്വാസം കിട്ടി, പ്രത്യാശ കിട്ടി, സ്നേഹം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ വഴി നീതീകരിക്കപ്പെട്ട നമുക്ക് വിശ്വാസത്തിൽ വളരാം, പ്രത്യാശയിൽ വളരാം, സ്നേഹത്തിൽ വളരാം. പൗലോസ് പിന്നീട് കൊരിന്തോസ് ലേഖനം 13 എത്തുമ്പോൾ പറയും, വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കും, പക്ഷെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പം എന്താണ് ക്രിസ്തീയ ജീവിതം? വിശ്വസിക്കുക, പ്രത്യാശിക്കുക, അതിൻ്റെ അനന്തരഫലമായി സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുക. അന്ത്യവിധിയിൽ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങളില്ല, പ്രത്യാശയെക്കുറിച്ച് ചോദ്യങ്ങളില്ല, സ്നേഹത്തിൻ്റെ 6 ചോദ്യങ്ങൾ ദൈവം ചോദിക്കും. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചോ? വിശന്നു, ഭക്ഷിക്കാൻ തന്നോ? ദാഹിച്ചു, കുടിക്കാൻ തന്നോ? കാരാഗ്രഹത്തിലായിരുന്നു, വന്ന് കണ്ടോ? ഞാൻ പരദേശിയായിരുന്നു, എന്നെ സ്വീകരിച്ചോ? ഞാൻ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചോ? കണ്ടോ? വിശ്വസിക്കുക, പ്രത്യാശിക്കുക, അതിൻ്റെ റിസൾട്ട് സ്നേഹിക്കുക. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് എന്താണ് ക്രിസ്തീയ ജീവിതം. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യം. ഗലാത്യർ 5:5-6. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ, കണ്ടോ ഇതൊക്കെ, കണ്ടോ കിടക്കുന്ന, കണ്ടോ? വിശ്വാസം വഴി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. അടുത്ത വായിക്കണേ. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. കണ്ടോ? 3 വന്ന കണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞങ്ങൾ ഈ വിശ്വാസത്തിലൂടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല കാര്യം, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. ഈ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി ഈ രക്ഷയുടെ പൂർണ്ണതയിലെത്തുന്നത് സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളിന്ന് സ്നേഹം പുറത്തു വരുന്നുണ്ടോ? നമ്മളിന്ന് പുറത്തു വരുന്നത് വെറുപ്പും അസൂയയും ഭിന്നതയും വൈരാഗ്യവും വെറുപ്പും അകൽച്ചയും ശത്രുതയും കലഹവും പൊങ്ങച്ചവും മാത്സര്യവും. കർത്താവേ, ക്രിസ്തീയ ജീവിതം എന്താണ്? വിശ്വാസത്തിൻ്റെ ജീവിതം, പ്രത്യാശയുടെ ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം. ഇന്ന് കണ്ണുകളടച്ച്, ഈശോയെ ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തരണേ, ഈശോയെ ഞങ്ങൾക്ക് കൂടുതൽ പ്രത്യാശ തരണേ, ഈശോയെ ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം തരണേ, സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ
അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസം ദൈവം തന്ന ബോധ്യങ്ങളെല്ലാം സ്വീകരിച്ച് വീണ്ടും വീണ്ടും ഈ വചനങ്ങൾ വായിക്കുക. ഈ വചനങ്ങൾ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. രക്ഷയുടെ ഈ നിഗൂഢമായ സത്യങ്ങളെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഏറ്റെടുത്ത് നമ്മുടെ ആത്മാവിൽ വലിയൊരു അറിവും വലിയ ശക്തിയുമായിട്ട് മാറും. നമുക്ക് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ജീവിതം നയിക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നിങ്ങളെവിടെയായിരുന്നാലും ഈ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കുക. അനന്തമായ ദൈവത്തിൻ്റെ ശക്തി ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും വന്ന് നിറയുന്നതിന് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തണം. ദേശം മുഴുവൻ്റെ മേലും, തിരുസഭ മുഴുവൻ്റെ മേലും, എല്ലാ കൂട്ടായ്മകളുടെ മേലും കർത്താവിൻ്റെ സാന്നിധ്യം നിറയണം. ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമ്പോൾ അപരിമേയമായൊരു ശക്തി ദേശം മുഴുവൻ്റെ മേലും ഒഴുകും. ആരാധിക്കുമ്പോഴാണ് ചങ്ങലകൾ അഴിയുന്നത്. ആരാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത്. ആരാധിക്കുമ്പോഴാണ് എല്ലാ ബന്ധനങ്ങളും തകരുന്നത്. ആരാധിക്കുമ്പോഴാണ് ഹൃദയത്തെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിയുന്നത്. ഈ സമയത്ത് എല്ലാം മറന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആത്മാവിൻ ശക്തിയോടാരാധിക്കാം.
ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൽ ശക്തിയോട് ആരാധിക്കാം. സർവശക്തനായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധിയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ ഈ സമയത്ത് അവിടുത്തെ പരിശുദ്ധിക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുന്ന കർത്താവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങയുടെ പരിശുദ്ധിയെ പ്രഘോഷിക്കാനോ അങ്ങേ ആരാധിക്കാനോ ഞങ്ങൾക്ക് യോഗ്യതയില്ല. കർത്താവേ, ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ പിതാവിനെ സമീപിക്കാൻ ഞങ്ങൾക്ക് അവകാശം തന്ന, ഞങ്ങൾക്ക് അനുവാദം തന്ന അങ്ങയുടെ മഹനീയ സ്നേഹത്തെ ഓർത്ത് ഈ സമയത്ത് ആരാധിക്കുന്നു. മഹത്വമേറിയ നിന്റെ സാന്നിധ്യത്തെ കർത്താവേ, ഈ ദേശം മുഴുവന്റെ മേലും അങ്ങ് ഇറക്കണമേ. അങ്ങ് കടന്നു വരണമേ. അങ്ങ് ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, കുടുംബങ്ങളിൽ നിറയണമേ. ദേശം മുഴുവനിൽ നിറയണമേ. കർത്താവേ, ഭാരപ്പെട്ട് കഴിയുന്ന മക്കളെ ഇപ്പോൾ അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം സ്പർശിക്കണമേ. കർത്താവേ, ജീവിതം മുന്നോട്ട് നീങ്ങാനാവാതെ വിഷമിക്കുന്ന മക്കളിൽ പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും ഈ സമയത്ത് അങ്ങ് നൽകണമേ. ശക്തിയോടെ അതരം തുറന്ന്, ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, കരങ്ങളടിച്ച് ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൽ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ, ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. കുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ യേശുവിന്റെ നാമം വിളിക്കുന്നു. തരണമേ, ശക്തി തരണമേ, സൗഖ്യം തരണമേ, വിശ്വാസം തരണമേ, പ്രത്യാശ തരണമേ, സ്നേഹം തരണമേ, വിടുതൽ തരണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ഹൃദയം തുറക്കണമേ, വചനം തരണമേ. വിടുതലുണ്ടാവട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ.
ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. രോഗികൾ സൗഖ്യമാവട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. വിശ്വാസം വർദ്ധിക്കട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. കുടുംബങ്ങൾ യോജിപ്പിക്കപ്പെടട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. കുടുംബങ്ങളിൽ യോജിപ്പും ഐക്യവും ഉണ്ടാവട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. കുടുംബങ്ങളിൽ യോജിപ്പുണ്ടാവട്ടെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ. പൗരോഹിത്യ ജീവിതങ്ങൾ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. സമർപ്പിത ജീവിതങ്ങൾ ബലം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇടവകൾ അഭിഷേകം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വാസം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചെങ്ങലകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പൈശാചിക വീടുകൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. In the mighty name of Jesus, in the mighty powerful name of Jesus. Hallelujah, 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 hallelujah. Power, 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 power in the name of Jesus. ശക്തിയോട് കരങ്ങളടിച്ച് വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി തീനാളങ്ങൾ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ബാലാമെന്നൊരു തെറ്റുപറ്റാതെ സാധുമൃഗമാ കഴുത വഴി കാവൽ നിന്നൊരു പൊന്നു കർത്താവേ ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. മരുഭൂമിയിൽ പൊന്നുമന്നയും കാടയും തന്ന നല്ല കർത്താവേ കടഭാരങ്ങൾ നീ അറിയുന്നല്ലോ. ആരാധിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. കരയുന്ന എല്ലാ മക്കളുടെയും കവിൾത്തടങ്ങളിലെ കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. ദുഃഖമോ മുറവിളിയോ വിലാപത്തിന്റെ സ്വരമോ ഇനി അവിടെ കേൾക്കുകയില്ല. കർത്താവേ, ഈ സമയത്ത് കർത്താവേ, ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക ദേശാന്തരങ്ങളിലിരുന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്ന് ആത്മീയമായി കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അങ്ങേക്ക് അനുകമ്പ തോന്നി. അവരുടെ എല്ലാ താടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. കർത്താവേ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അങ്ങേക്ക് അനുകമ്പ തോന്നി. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരുണ കൊണ്ട് ഈ ജനത്തെ പൊതിയണമേ. കർത്താവേ, പലവിധമായ ഞെരുക്കങ്ങളിൽ മനസ്സ് മടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കളെ ഈ സമയത്ത് അങ്ങയുടെ ആത്മാവ് സ്പർശിക്കണമേ. കർത്താവായ ദൈവമേ, എഴുന്നേൽക്കാൻ ശക്തിയില്ലാതെ പാപത്തിൽ വീണുകിടക്കുന്ന ജീവിതങ്ങളെ ഇപ്പോൾ അങ്ങയുടെ ആത്മാവ് ശക്തിപ്പെടുത്തണമേ. ശിമയോൻ ഗോതമ്പ് പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോയെ, വീണുപോകുന്ന ഞങ്ങളുടെ ബലഹീന പ്രകൃതിയെ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. ദുശീലങ്ങൾ, ആസക്തികൾ, തഴക്കദോഷങ്ങൾ, പാപത്തിന്റെ കെട്ട്, കർത്താവെ, അനേക കാലങ്ങളായി വീണുകിടക്കുന്ന തിന്മയുടെ വഴികൾ, എഴുന്നേൽക്കാൻ ശക്തിയില്ലാത്ത പാപത്തിന്റെ ആധിപത്യം, കർത്താവെ, ഞങ്ങൾ ദുർഭകരായ മനുഷ്യരെന്ന് പൗലോസ്ലീഹയെ പോലെ ഞങ്ങൾ നിലവിളിച്ചു പോകുന്ന, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനാവാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ഞങ്ങളുടെ ബലഹീന പ്രകൃതിയെ ഈ സമയത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്.
അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ. ലൂക്ക 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി യേശുവിന്റെ ശരീരത്തിനുണ്ടായിരുന്നു. ലൂക്ക 6:19 അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഈ നിമിഷം കർത്താവേ, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും വന്ന് നിറയണമേ. കർത്താവേ, എവിടെയായിരുന്നാലും ദൂരത്തിന് മേൽ അധികാരമുള്ള ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ കുടുംബങ്ങളിൽ വ്യാപരിക്കണമേ. കർത്താവേ, അങ്ങ് മാത്രമാണ് ഏക സത്യദൈവമെന്നും ഏക സത്യദൈവമായ പിതാവിനെയും അങ്ങയച്ച ഏകജാതനായ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്നും അങ്ങ് അരുളി ചെയ്തല്ലോ. കർത്താവേ, യേശുവിനെ കുറിച്ച് ആഴത്തിൽ അറിയാൻ, ഈശോയോടൊന്നായി മാറുവാൻ, ഈശോയെ ആഴമായി സ്നേഹിക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് വചനം പഠിക്കാനുള്ള, വചനം ഗ്രഹിക്കാനുള്ള ഒരു കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ, ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയണമേ. കർത്താവെ, മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും ഞങ്ങൾ സ്വീകരിച്ച ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ തുറന്നു പിടിച്ച്, നമുക്ക് ഹൃദയം തുറന്ന് കണ്ണുകൾ അടച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി 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 നന്ദി. നിശബ്ദമായിട്ട് എല്ലാ മക്കളും ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. ആത്മാവ് തുറക്കപ്പെട്ടാലേ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റൂ. മനസ്സിലും ചിന്തകളിലും ഓർമ്മകളിലുമെല്ലാം അനേകം വ്യഗ്രതകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ദൈവം നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നതിലും നന്നായി നയിക്കാൻ ആഗ്രഹിച്ച് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ലോകത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നത് കൊണ്ടും ലോകത്തെ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആത്മാവിനെ ശ്രവിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല. ഈ സമയത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ ഓരോ മകനും മകളും ചോദിക്കണം, കർത്താവേ, ലോകം പറയുന്നതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്, അങ്ങ് പറയുന്നത് കേൾക്കാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ വാതിലുകൾ, ആത്മാവിൻ്റെ കഴിവുകൾ, ആത്മാവിൻ്റെ ജാലകങ്ങൾ തുറന്നു തരണമേ. കർത്താവേ, വചനം ഗ്രഹിക്കാനായി അപ്പസ്തോലന്മാരുടെ മനസ്സ് അവിടുന്ന് തുറന്നതുപോലെയും പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയായുടെ ഹൃദയം തുറന്നതുപോലെയും കർത്താവേ, ഒരു പടി കൂടി ആത്മീയമായി വളരാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ തലങ്ങളെ അങ്ങ് ഈ സമയത്ത് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവമേ, അത് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാവില്ല. ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാകാൻ സഹായിക്കുന്ന പ്രാർത്ഥനകളല്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ വലിയ ഒരു കൃപാവരം ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയിലും ഈ സമയത്ത് നിറയ്ക്കണം. ജീവിതത്തെ അങ്ങ് ആശീർവദിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങൾ കണ്ണുകൾ അടച്ച് നിശബ്ദവും ഏകാഗ്രവുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിൽ അങ്ങയുടെ സാന്നിധ്യം നിറയണം. ദൈവമേ, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് മൗനമായിരിക്കാൻ, ശാന്തമായിരിക്കാൻ, ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ഞങ്ങളുടെ ഹൃദയത്തെ ദൈവാത്മാവിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കാൻ ഒരു കൃപാവരം സവിശേഷമായി തരണമേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം മുഴുവൻ കർത്താവെ ഞങ്ങളുടെ ആത്മാവിൽ വലിയ നിക്ഷേപങ്ങളായിട്ട് മാറണമേ. ഈ സമയത്ത് ഞങ്ങളെ അങ്ങ് കഴുകണമേ. പത്രോസിനോട് അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധിയിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല.
ഈ സമയത്ത് അങ്ങ് ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശിരസ്, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ തലച്ചോറ്, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ കാതുകൾ, ഞങ്ങളുടെ കൈകാലുകൾ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഞങ്ങളുടെ ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഞങ്ങളുടെ ഓർമ്മകൾ, മുറിവുകൾ, ഭാവന, ഞങ്ങളുടെ അനുഭവങ്ങൾ, കർത്താവ്, ഇതെല്ലാം ഈ സമയത്ത് ഇതാ ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. പൂർണ്ണമായിട്ടും ഒരു ബലിവസ്തുവിനെ പോലെ, കർത്താവ് ഒരു ബലിമൃഗത്തെ പോലെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഇതാ അങ്ങയുടെ പരിശുദ്ധമായ പാവനമായ ബലിപീഠത്തിന് മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ്. ഈ സമയത്ത് ആത്മാവിൻ്റെ ഒരു അഗ്നി ഈ ബലിവസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരണമേ. ആത്മാവിൻ്റെ ഒരു അഗ്നി ഈ ബലിവസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരണമേ. ആത്മാവിൻ്റെ ഒരു അഗ്നി ഈ ബലിവസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, വെണ്മയായി തീരത്തെ ല്ല വെണ്മയായി തീരത്തെ എന്റേതാമല്ല. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, എന്റേതാവെല്ലാം വെണ്മയായി തീരട്ടെ, ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ സമയത്ത് സ്വീകരിക്കാം. നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം കടന്നു വരികയാണ്. ഈശോ ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയാണ്. കർത്താവ് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവാണ്. ഈ സമയത്ത് ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളെവിടെയായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ ആശീർവദിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃദർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.